ഹർഷ ഭയങ്കര സ്വീറ്റാ. എല്ലാ കാര്യങ്ങളും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പാവം കുട്ടിയാ. ഹർഷ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഒച്ചയും ബഹളവും വേറെ തന്നെയാ. ഒരു നല്ല വൈബാണ്. ഹർഷ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഹർഷ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ വേറെ തന്നെ മനസ്സിലാവും. അവൾ ഉണ്ടെങ്കിൽ വേറെ തന്നെ ഒരു വൈബാ. ആക്ച്വലി ഫസ്റ്റ് ഞങ്ങള് തമ്മിലല്ല സംസാരിച്ചത്, ചിക്കു വഴിയാണ്. നമ്മളാണ് ആദ്യം സംസാരിച്ചത്. മാട്രിമോണിയൽ സൈറ്റ് നോക്കിക്കൊണ്ടിരുന്ന ഞാനാ. അപ്പൊ അങ്ങനെ ഇവനെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പം ആക്ച്വലി എന്റേത് അവന്റെ വൈബ് മാച്ചായി. ഇവര് ഫസ്റ്റ് കമ്പനി, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സംസാരിച്ചത്. ഇൻസ്റ്റഗ്രാം ത്രൂ നമ്മളെ ചാറ്റ് ചെയ്ത് പിന്നെ നമ്പർ ഷെയർ ചെയ്ത് ഞാൻ സംസാരിച്ചു. എനിക്ക് സംസാരിച്ചപ്പോ ജെന്യുവൻ ആണെന്ന് തോന്നി. പിന്നെ സംസാരിച്ചപ്പോ കൂടുതൽ എന്റെ വൈബായിട്ട് ബോണ്ടിങ് ആയി. അങ്ങനെ ഓക്കെ. ആക്ച്വലി ഞാൻ ഈ ഒരു നിലയിലെത്തും ഞാൻ വിചാരിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഓർത്ത് എപ്പോഴും ഭയങ്കര ഒരു സന്തോഷം, പ്രൗഡ് ഫീലാ. അവള് പുറത്തു പോയി ആ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു വലിയ സംഭവം. നമ്മൾ ആക്ച്വലി കാണുന്നത് ഫസ്റ്റ് ടൈം നേരിട്ട് കാണുന്നത് എൻഗേജ്മെന്റ് ഡേക്കാണ്. അതുവരെ ഫോണിൽ കൂടെ ഉള്ള കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുന്നത് എൻഗേജ്മെന്റിന്റെ അന്നാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പ്ലസ് അതേ ടൈം നെർവസും കൂടെ ആയിരുന്നു. പ്ലാനൊക്കെ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ച പോലെ തന്നെയായിരുന്നു വന്നത്. എല്ലാം തന്നെ ആക്ച്വലി ഞങ്ങളെ കല്യാണം നടത്തി തന്നതിന് ഞങ്ങളുടെ രണ്ട് ഫാമിലിക്കും കൂടെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഉറവുകളാം ഇന്നും കനവുകളാ മനമേ മനമേ മുടിയൊன்று തേടാതെ നൊടിയും വരേക്കും இந்த பூமி தூங்காதே. பறவைகளா வாழ்வோம் நினைவுகளா வா உறவுகளா இன்னும் கனவுகளா நீ நான் பறவைகளா வாழ்வோம் நினைவுகளா வா உறவுகளா இன்னும் கனவுகளா. Wish you a happy married life, Harsha and Vaishak.